എന്തൊക്കെ ഹെയർ പാക്ക് ഇട്ടിട്ട് മുടിയിൽ ഒരു റിസൾട്ടും കാണാൻ പറ്റാത്ത ആൾക്കാരാണോ നിങ്ങൾ? പിന്നെ ഇതുവരെ ഹെയർ പാക്ക് ഒന്നും ഇട്ട് നോക്കിയിട്ടില്ലാത്ത ആൾക്കാരുമാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു ഹെയർ പാക്കാണ് ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോണത്. ഈ ഒരു ഹെയർ പാക്ക് ഇട്ടതിന് ശേഷം നമ്മുടെ തലയോട്ടിയൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. പിന്നെ പുതുതായിട്ട് മുളച്ച് വരുന്ന മുടികളൊക്കെ നല്ല സ്ട്രെങ്ത് ഉള്ളതായിരിക്കും. പ്രത്യേകിച്ച് കൊച്ചു പിള്ളേരുടെ കാര്യത്തിൽ പ്രായത്തിലാണോ ഏറ്റവും കൂടുതൽ നന്നായിട്ട് മുടികൾ മുളയ്ക്കുന്നത്. അപ്പം അവരുടെയൊക്കെ മുടി കുഞ്ഞിലേ നല്ല സ്ട്രെങ്ത് ഉള്ളതാവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹെയർ പാക്കാണ്. ഹായ് ഹലോ, ദിസ് ഇസ് മിസോയിലി ഹിയർ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഹെയർ പാക്ക് കാണിക്കുന്നതിന് മുന്നേ ആയിട്ട് ചുമ്മാ അങ്ങോട്ട് ഹെയർ പാക്ക് ചാടി കയറി അങ്ങ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു ഹെയർ പാക്കാണിത്. ആരൊക്കെയാണ് ഈ ഹെയർ പാക്ക് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഈ ഹെയർ പാക്ക് ഉപയോഗിക്കേണ്ടത്, എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്, എത്ര നേരമാണ് വച്ചിരിക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അത് അതുപോലെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. ആദ്യമായിട്ട് ഈ ഹെയർ പാക്ക് യൂസ് ചെയ്യേണ്ട ആൾക്കാരെന്ന് പറയുന്നത് 8 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ഈ ഹെയർ പാക്ക് യൂസ് ചെയ്യാം. 8 വയസ്സ് തൊട്ട് എത്ര ഏജ് വരെ ഉള്ളവർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിങ്ങനെ ചുമ്മാ നമ്മൾ ആഴ്ചയിൽ 2 വട്ടം അല്ലെങ്കിൽ മാസത്തിൽ ഇത്ര പ്രാവശ്യം അങ്ങനെയൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. മാസത്തിൽ ഒരു പ്രാവശ്യം ഇത് യൂസ് ചെയ്താൽ മതി. യൂസ് ചെയ്യുന്നത് ഷാമ്പു ചെയ്യുന്നതിൻ്റെ 2 ദിവസം മുന്നേ ആയിരിക്കണം. അതായത് ഇന്നാണ് ഇപ്പോൾ ഷാമ്പു ചെയ്യുന്നതെങ്കിൽ തലേന്നായിരിക്കണം ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊച്ചു പിള്ളേർ എന്നാൽ ഉപരി നിങ്ങൾ ആദ്യമായിട്ടാണ് മുടിയിൽ ഒരു ഹെയർ പാക്ക് ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത്, എന്തെങ്കിലും ഒരു ഹെയർ പാക്ക് മുടിയിൽ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആദ്യം ഇടേണ്ട ഹെയർ പാക്കും ഇതാണ്. എങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല ഒരു ബാക്കിയുള്ള ഹെയർ പാക്ക് ഇടാൻ നേരത്ത് നല്ലൊരു ബേസ് കിട്ടും. മുടിക്ക് തലയ്ക്കൊക്കെ നല്ലൊരു ബേസ് കിട്ടും. അത് എങ്ങനെയാണ് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. മിക്കുള്ളവരും ആദ്യം മുടിയിൽ തേച്ചിട്ടുള്ള സാധനം താളിയായിരിക്കും. താളിയുടെ കാര്യം അല്ല ഞാൻ പറയുന്നത്. താളി അല്ലാണ്ട് നിങ്ങൾ തലയിൽ ആദ്യമായിട്ടൊരു സാധനം ഉപയോഗിക്കുന്നെങ്കിൽ, അങ്ങനെ ഉപയോഗിക്കാൻ പോകുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഇത് ഉപയോഗിച്ചാൽ കുറച്ചുകൂടെ ബെനിഫിറ്റ് ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇതൊരു സ്ക്രബ് പോലെയാണ്. നമ്മുടെ ഫേസിലൊക്കെ നമ്മൾ സ്ക്രബ് ഇടില്ല, അതുപോലത്തെ നമ്മൾ തലയിൽ തലോട്ടിക്ക് വേണ്ടിയിട്ടുള്ള സ്ക്രബാണ്. നമ്മൾ ഡെഡ് സെൽസ് എല്ലാം പോയിട്ട് സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻ ആയിട്ട്, ആ ക്ലീൻ ആയ സ്കാൽപ്പിൽ വേണം പിന്നെ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഹെയർ മാസ്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ നമ്മളെ ഡെഡ് സെൽസ് എല്ലാം കഴുകി കളയുക. എന്തെങ്കിലും ക്ലോക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും വൃത്തിയായിട്ട പൊടികളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കളയുക എന്നുള്ളതാണ് ഈ ഒരു മാസ്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഏറ്റവും കുഞ്ഞു പിള്ളേർ ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് ആദ്യം തുടങ്ങുന്നത് അവരുടെ മുടിയും സ്കാൽപ്പും ഒക്കെ നല്ല ഹെൽത്തി ആവാനും, മുടി സ്പെഷ്യലി നല്ല തിക്കായിട്ടുള്ള ഹെയർ ആയിട്ട് ഇരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. തിക്നെസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന വോളിയം അല്ല ഞാൻ പറയുന്നത്. ഓരോ മുടിക്കും റൂട്ടിൽ നിന്നുള്ള സ്ട്രെങ്ത് ഉണ്ടല്ലോ, ഓരോ മുടിക്കും ഒരു കട്ടി വേണം. ഓരോ മുടിക്കും ഒരു സ്ട്രെങ്ത് വേണം. ആ സ്ട്രെങ്ത് ഉണ്ടാവാനൊക്കെ കുഞ്ഞിലെ ഇത് തേച്ചാൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നല്ലൊരു ഹെൽത്തി ഹെയർ വേണമെങ്കിൽ സ്കാൽപ്പൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഹെയർ മാസ്ക് ഇട്ട് തുടങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് ചേഞ്ചസ് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. കുഞ്ഞു പിള്ളേർ ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ ഏറ്റവും വലിയ ബെറ്റർ ആയിട്ടുള്ള കാര്യം. ആദ്യമായിട്ട് യൂസ് ചെയ്യേണ്ടത് ഇത് തന്നെയാണ്. വലിയ ആൾക്കാർക്ക് ഇത് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് വെച്ചാൽ സെയിം എഫക്റ്റ് തന്നെ, നമ്മൾ സ്ക്രബ് ചെയ്യുന്ന അതേ എഫക്റ്റ് തന്നെയാണ് ഉണ്ടാവുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ പേടിയുള്ള ആൾക്കാർ ഈ ഹെയർ ഫോൾ ഉള്ള ആൾക്കാരാണല്ലോ. എന്തിട്ടാലും പ്രശ്നമാണ്, അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള ഹെയർ ഫോൾ ഉള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നന്നായിട്ട് ഹെയറിൽ ഓയിൽ ചെയ്തിട്ട് വേണം ഈ ഒരു ഹെയർ പാക്ക് ഇടാൻ വേണ്ടിയിട്ട്. ഹെയർ ഫോൾ ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും അത്യാവശ്യം കുറച്ച് ഓയിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം കുറച്ച് ഡ്രൈയിങ് ആണ് പാക്ക്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഹെയർ ഫോൾ ഉള്ള ആൾക്കാരാണെങ്കിൽ സ്പെഷ്യലായിട്ട് നന്നായിട്ട് എണ്ണ മുടി ഇവിടെ തൊട്ട് തുമ്പറ്റം വരെ നന്നായിട്ട് എണ്ണ തേച്ചിട്ട് തന്നെ ഉപയോഗിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് അരിച്ചിട്ടല്ല ഉപയോഗിക്കാനുള്ളത്. ഹെയർ ഫോൾ ഉള്ള ആൾക്കാരാണെങ്കിലും അരിച്ചിട്ട് ഉപയോഗിക്കരുത്, അരിക്കാതെ വേണം ഉപയോഗിക്കാൻ. അരിക്കാതെ ഇട്ടാലേ നമുക്ക് ആ ഒരു സ്ക്രബിന്റെ എഫക്റ്റ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അരിക്കരുത്. നന്നായിട്ട് ഹെയർ ഫോൾ വരുമെന്ന് പേടിയുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്നാലും അരിക്കാതെ തന്നെ യൂസ് ചെയ്യണം. ഇതിട്ടതിന് ശേഷം ഒരു 3/4 മണിക്കൂർ വേണം നമ്മൾ മുടിയിൽ വെച്ചിരിക്കേണ്ട കറക്റ്റ് സമയം. ലെങ്ത് വരെ ഇത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സ്കാൽപ്പിൽ മാത്രം നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. തലയോട്ടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഇങ്ങനെ ഒരു കറക്കവും കൊടുത്തു കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. വളരെ എളുപ്പമാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ 3/4 മണിക്കൂർ തലയിൽ ഇട്ടിരിക്കണം. അതാണ് കറക്റ്റ് ടൈം. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പം ഒരുപാട് തണുപ്പൊന്നും പറ്റത്തില്ല, ഒരുപാട് നേരം മുടിയിൽ അങ്ങനെ വെക്കാനും പറ്റത്തില്ല എന്നുള്ള ആൾക്കാർ മിനിമം 15 മിനിറ്റ് വെച്ചിരിക്കണം. 3/4 മണിക്കൂർ വെക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ കറക്റ്റ് അത്ര തന്നെ വെച്ചോളൂ. അത്രയും പറ്റാത്ത ആൾക്കാരാണെങ്കിൽ മിനിമം 15 മിനിറ്റ് വെച്ചിരിക്കണം.
കുഞ്ഞു പിള്ളേർക്കൊന്നും എന്തായാലും 3/4 മണിക്കൂർ തലയിൽ ഇട്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ 15 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ ഇട്ടിരുന്നാൽ മതി. അടുത്ത പറയാൻ പോകുന്നത് ഇത് എങ്ങനെയാണ് എപ്പോഴൊക്കെയാണ് ഇടേണ്ടത്, ആ ഒരു ടൈം ടേബിൾ ആണ് പറയുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഷാമ്പു ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ദിവസം ഉണ്ടല്ലോ, ആ ദിവസത്തിന്റെ 2 ദിവസം മുന്നേ ഈ പാക്ക് ഇടണം. അതായത് ഇന്നിപ്പോൾ ആണ് നിങ്ങൾ ഈ പാക്ക് ഇടുന്നതെങ്കിൽ നാളെ നിങ്ങൾ തലയിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കുളിക്കുന്നവരാണെങ്കിൽ എണ്ണ തേച്ചിട്ട് കുളിക്കാം, ഇല്ല എണ്ണ തേക്കണ്ടെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് വിട്ടേക്കാം. നെക്സ്റ്റ് ഡേ നിങ്ങൾ തലയിൽ കുറച്ചൊരു എണ്ണ തേച്ചിട്ട് ഷാമ്പു ചെയ്ത് കളയാം. അങ്ങനെ വേണം ചെയ്യാൻ വേണ്ടി. ഷാമ്പു ചെയ്തിട്ട് അടുത്ത ദിവസം നിങ്ങൾ എണ്ണ തേച്ച് തല കുളിക്കണം. ഒരുപാട് എണ്ണ തേക്കണം നിർബന്ധമില്ല, തേക്കണവർക്ക് തേക്കാം. അല്ലാതെ ആണെങ്കിൽ ഒരു മിനിമലായിട്ട് എണ്ണ തേച്ചിട്ട് നിങ്ങൾ തല കുളിക്കണം. അതിന്റെ അടുത്ത ദിവസം നിങ്ങൾ ഒരു ഹെയർ പാക്ക് ഇടണം. നിങ്ങളുടെ ഹെയർ പാക്ക് ഏതാണോ അത് ഇടണം. അങ്ങനെ വേണം ഈ ഹെയർ പാക്ക് ഇടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഷാമ്പു ചെയ്യണ ദിവസം നോക്കിയിട്ട് വേണം നമ്മൾ ഈ ഹെയർ പാക്കിന്റെ ഒരു ടൈം ടേബിൾ ഇടാൻ വേണ്ടിയിട്ട്. ഷാമ്പു ചെയ്യുന്നതിന്റെ 2 ദിവസം മുന്നേ ഈ ഇന്ന് കാണിക്കുന്ന ഹെയർ പാക്ക്, അതൊരു സ്ക്രബാണ്, അത് ഇടുക. ഷാമ്പു ചെയ്തതിന്റെ ഒരു ദിവസത്തിന് ശേഷം നിങ്ങളുടെ ഹെയർ പാക്ക് ഏതാണെന്ന് വെച്ചാൽ അത് ഇടുക. അങ്ങനെ ആകുമ്പോഴായിരിക്കും നിങ്ങൾ ഇടുന്ന ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇടുന്ന ആ ഒരു ഹെയർ പാക്ക് 2 ഇരട്ടിയായിട്ട് നിങ്ങളുടെ മുടിക്ക് നന്നായിട്ട് എഫക്ട് ചെയ്യുന്നത്. അല്ലാതെ ചുമ്മാ ഡെഡ് സെൽസും വെച്ചിട്ട് നിങ്ങൾ അതിന്റെ മണ്ടയിൽ ഹെയർ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് എഫക്ട് ആവത്തുമില്ല. ഈ ഒന്നാമത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് നമ്മുടെ തലയിൽ അകത്തോട്ട് ഇറങ്ങാം, മുടിയിൽ സെൽസിന്റെ അകത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നല്ല പാടാണ്. അപ്പോൾ അതിന്റെ കൂടെ ഡെഡ് സെൽസും കൂടെ ഇരിക്കുന്നെങ്കിൽ അകത്തോട്ട് ഇറങ്ങി ചെല്ലുന്ന ആ ഒരു വേഗത കുറയും. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് മാറ്റാനും പെട്ടെന്ന് നമ്മൾ ഇടുന്ന ഹെയർ പാക്ക് ഒക്കെ നന്നായിട്ട് മുടിയിൽ എഫക്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്ക്രബ് ഇടുന്നത്. അത് മാസത്തിൽ ഒരിക്കൽ ഇട്ടാൽ മതി, അത് അതുപോലെ അങ്ങ് ഫോളോ ചെയ്താൽ മതി. അപ്പം എന്തായാലും ഞാൻ ഹെയർ പാക്ക് ഏതാണെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ വേണ്ടത് നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന സാധനം തന്നെയാണ് ചെമ്പരത്തി. ഇത് മുടി നന്നായിട്ട് സോഫ്റ്റ് ആക്കാനും ഒരു തിളക്കം കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഓരോരുത്തരും മുടി സ്ട്രോങ് ആക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഏത് ചെമ്പരത്തിയാണ് വേണ്ടത് എന്നൊന്നുമില്ല, നിങ്ങൾക്ക് കിട്ടണ ഏത് ചെമ്പരത്തി വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അടുത്ത വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, മുടിക്ക് ആവശ്യമുള്ള അളവിന് പുളിക്കാത്ത കഞ്ഞിവെള്ളം എടുക്കണം. ഇതൊന്ന് മിക്സിയിലിട്ട് അടിക്കാൻ വേണ്ട പാകത്തിന് എടുക്കണം. ഈ കഞ്ഞിവെള്ളത്തിലോട്ട് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ചെമ്പരത്തി ഇതുപോലെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ഇങ്ങനെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം, അതിൻ്റെ സത്തൊക്കെ ഒന്ന് ആ ഒരു വെള്ളത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ഏകദേശം 1 സ്പൂൺ അളവിന് മാത്രം, 1 സ്പൂണും വേണ്ട, അതിൽ നിന്ന് കുറച്ച് മതി, കഴുകി വൃത്തിയാക്കിയ ഉലുവ ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം. ഈ ഉലുവ ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെയാണ് ഇത് റെഡിയാക്കി വെക്കുന്നത്, എന്നിട്ട് വൈകിട്ട് യൂസ് ചെയ്യാം. അല്ല തലേന്നാണെങ്കിൽ അങ്ങനെ. എന്തായാലും ഉലുവ ഉള്ളതുകൊണ്ട് അത് കുതിരാൻ കുറച്ച് സമയം വേണം. അപ്പോൾ അതനുസരിച്ച് തലേന്നോ ഒക്കെ പാക്ക് റെഡിയാക്കി വെക്കുക. ഞാനിപ്പോൾ രാവിലെയാണ് ഇത് റെഡിയാക്കുന്നത്, വൈകിട്ടായപ്പോൾ ഈ ഒരു കോലത്തിലാവും. നന്നായിട്ട് ഉടഞ്ഞ് അതിൻ്റെ സത്തൊക്കെ ഇളവി കളറൊക്കെ മാറിയിട്ടിരിക്കും, ഉലുവയൊക്കെ നന്നായിട്ട് വീർത്തിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ ഇത് ഉണ്ടാക്കുന്നതിന് കുറച്ച് മുന്നേ വേണം അടുത്ത നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നെല്ലിക്ക പൊടിയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നെല്ലിക്ക ജ്യൂസ് എടുത്താൽ പറ്റത്തില്ല, നമുക്ക് കടയിൽ നിന്ന് നെല്ലിക്ക വാങ്ങിച്ചിട്ട് അത് അരച്ച് ഉപയോഗിക്കാനോ ഒന്നും പറ്റത്തില്ല. നെല്ലിക്കയുടെ പൊടി തന്നെ വേണം, എന്നാലേ നമുക്ക് ആ ഒരു സ്ക്രബ് എഫക്റ്റ് കിട്ടത്തുള്ളൂ. അതും കുറച്ച് കൂടുതൽ വേണം. ഞാൻ എൻ്റെ മുടിക്ക് 2 സ്പൂൺ ചേർത്തിട്ടുണ്ട്. എത്ര മുടിയുള്ളവരാണെങ്കിലും ഈ ഒരു അളവിന് ചേർത്ത് ഉപയോഗിച്ചാൽ മതി. കാരണം ഈ ഒരു പൊടിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നമ്മുടെ മുടി വൃത്തിയാക്കുന്ന, നമ്മളെ മുടിയിലെ എല്ലാ എഫക്റ്റും തരുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഈ നെല്ലിക്ക പൊടിയാണ്. അതുകൊണ്ട് അതിൽ വേറൊരു കോംപ്രമൈസ് ചെയ്യാനോ ഇതിന് പകരം വേറെ ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്യാനോ പറ്റത്തില്ല. മിക്സിയിലിട്ട് അടിച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു പരുവത്തിന് കിട്ടും. ഇത് കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ചും കൂടെ കുറുകും. അതുകൊണ്ട് എന്തായാലും ഇത്ര ലൂസായിട്ട് അടിച്ചെടുത്താൽ മതി. പിന്നെ നമുക്ക് ഹെയർ ഫോൾ ഉള്ള ആളുകളാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൽ നിന്ന് കുറച്ചുകൂടെ ലൂസാക്കി വേണമെങ്കിൽ വെക്കാം. എങ്കിലും ഈ ഒരു അളവാണ് കറക്റ്റ്. ഹെയർ പാക്ക് ഇടുന്നതിന് 10 മിനിറ്റ് മുന്നേ നമ്മൾ മുടി കംപ്ലീറ്റ്ലി നന്നായിട്ട് എണ്ണ തേക്കണം. തുമ്പറ്റം വരെയും നന്നായിട്ട് എണ്ണ തേക്കണം. അപ്പോഴത്തേനും നമുക്ക് ആ ഒരു മുടി ഹെയർ ഫോളിൻ്റെ പ്രോബ്ലവും കുറഞ്ഞിരിക്കും, മുടി നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുകയും ചെയ്യും ഈ ഹെയർ പാക്ക് ഇട്ടതിന് ശേഷം. ഇതിന് ഇടാനുള്ള മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സെക്ഷനായിട്ട് എടുത്തിട്ട് ഇട്ടാൽ മതി. എപ്പോഴും നമ്മൾ ഹെയർ പാക്ക് ഇടുന്ന പോലെ തന്നെയാണ് ഇടേണ്ടത്. പക്ഷേ ഇതിൽ നമ്മളിങ്ങനെ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉരച്ചു കൊടുക്കണം. നമ്മൾ ഈ ഫേസിൽ സ്ക്രബൊക്കെ ഇട്ടിട്ട് ഒന്നിങ്ങനെ കറക്കി കൊടുക്കത്തില്ലേ, അതുപോലെ നമ്മൾ തലയിൽ സ്ക്രബ് ഇട്ടാലും ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുക്കണം. എന്നാലേ നമുക്ക് ആ ഒരു ഡെഡ് സെൽസ് ഒക്കെ ഇളവി പോരത്തുള്ളൂ. എന്നും വെച്ചിട്ട് ചെന്ന് തലയോട്ടിയിൽ ഭയങ്കരമായിട്ട് കിടന്ന് ഉരയ്ക്കാൻ നിൽക്കരുത്. വളരെ ജെന്റിലായിട്ട് വേണം ചെയ്യാനായിട്ട്, സോഫ്റ്റ് ആയിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ ഫേസിൽ എങ്ങനെയാണോ സ്ക്രബ് ഇടുന്നത് അതുപോലെ തലയിൽ ഇടുന്നതെന്ന് വെച്ചിട്ട് അങ്ങ് ചെയ്താൽ മതി. അതുപോലെ ഓരോ സെക്ഷൻസ് ആയിട്ട് എടുത്തിട്ട് നന്നായിട്ട് നമ്മൾ ഒന്ന് സ്ക്രബ് ഇടുന്ന പോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ കംപ്ലീറ്റ്ലി ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കി വന്ന ഹെയർ മാസ്ക് എടുത്തിട്ട് ഒന്നും കൂടെ തലയോട്ടിയിൽ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് തലയോട്ടിയിലെ എല്ലാ ഭാഗത്തും നമ്മുടെ സ്ക്രബ് എത്തിയെന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. എന്നിട്ട് നല്ലൊരു മസാജ്, ഒരു മിനിറ്റൊക്കെ അങ്ങനെ ഒരു മസാജ് കൊടുത്താൽ മതി. കംപ്ലീറ്റ്ലി ഇങ്ങനെയാണ് ശരിക്കും മസാജ് കൊടുക്കേണ്ടത്. ഈ ഒരു ഏരിയയിൽ ഞാൻ ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, വളരെ സോഫ്റ്റ്
സോഫ്റ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി ഒന്ന് കൊടുത്താൽ മതി. നമ്മൾ ഫേസിൽ ചെയ്യുന്ന അത്ര ഹാർഡായിട്ട് പോലും മുടിയിൽ ചെയ്യേണ്ട. കാരണം മുടിയിൽ പെട്ടെന്ന് ഉടക്ക് വീഴുകയും ചെയ്യും, മുടി പെട്ടെന്ന് പൊട്ടിപ്പോവുകയും ചെയ്യും. അതിന് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ മുടിയിൽ ജട പിടിക്കാതെ ചെയ്യാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണേ. പിന്നെ നമ്മൾ മുടി കംപ്ലീറ്റ്ലി ഇത് ചെയ്തതിന് ശേഷം മുടി ഉടക്കറുത്തിട്ട് വേണം ഇങ്ങനെ ഒന്ന് കെട്ടി വെക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കെട്ടി വെച്ചിട്ട് 45 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കുളിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത്രയും നേരം വെക്കാൻ പറ്റാത്തവർക്ക് 15 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. കൊച്ചു പിള്ളേരാണെങ്കിൽ പ്രത്യേകിച്ച് 15 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. പിന്നെ ഒരു കാരണവശാലും കുളിക്കാൻ നേരത്ത് ഷാമ്പു ഇട്ട് കുളിക്കരുത്. നമുക്ക് 2 ദിവസം കഴിഞ്ഞാണ് ഷാമ്പു ഇടാനുള്ളത്. ഈ ഒരു ഹെയർ മാസ്കിന് ഒരു നാറ്റവും ഒന്നുമില്ല, നല്ല മണമാണ്. നമ്മൾ നെല്ലിക്കയുടെ ഒക്കെ ഒരു മണമാണ് വരുന്നത്. പുളിച്ച കഞ്ഞിവെള്ളമൊന്നും അല്ലാത്തതുകൊണ്ട് ഒരു നാറ്റവും. കുളിക്കാൻ നേരത്ത് ഞാൻ കണ്ടീഷണർ ഉപയോഗിച്ചിട്ടാണ് കുളിക്കുന്നത്. ഈ ഒരു കണ്ടീഷണറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ലോറിയലിൻ്റെ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.